ഹലോ ഹായ് എവരി വൺ. എൻലേൺ അക്കാഡമിയുടെ ക്വിക്ക് ലേൺ സീരീസിലെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ സീരീസിൽ നമ്മൾ CSIR തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയ്ക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് CSIR തന്നെ ഒരു മേജർ ടോപ്പിക്കായ സെൽ ബയോളജിയിലെ പ്രോട്ടീൻ ട്രാഫിക്കിംഗ് ഡീൽ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വരുന്നത് CSIR 2021 ഡിസംബർ ഫസ്റ്റ് ഷിഫ്റ്റിലെ ഒരു ക്വസ്റ്റ്യനാണിത്. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഇത് പ്രോട്ടീൻ ട്രാഫിക്കിംഗ് കൊണ്ട് ഡീൽ ചെയ്യുന്നതാണ്. പ്രോട്ടീൻ ട്രാഫിക്കിംഗ് ആദ്യം അറിയുന്നതിന് മുന്നേ നമ്മുടെ സെല്ലുകളുടെ മെംബ്രെയിനിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ട് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് എന്തൊക്കെ കോമ്പോണൻസ് മെംബ്രെയിനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഗ്യാസസ് ആയ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ അല്ലെങ്കിൽ ഓക്സിജൻ ഇതുപോലത്തെ കോമ്പൗണ്ട്സ് ഒക്കെ ഫ്രീലി പെർമിയബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എത്തനോൾ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫ്രീലി പെർമിയബിൾ ആണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വാട്ടർ അല്ലെങ്കിൽ യൂറിയ എന്ന് പറയുന്ന രണ്ട് കോമ്പൗണ്ട്സ് സെമി പെർമിയബിൾ ആണ്. നമ്മളെപ്പോഴും വാട്ടറിൻ്റെ ഓസ്മോസിസിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ബേസിക്കലി നമ്മൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടി മൂവ് ചെയ്യുന്നെന്ന് പറയാറില്ലേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അയോൺസിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് നോൺ പെർമിയബിൾ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അമിനോ ആസിഡ്സ്, വേറെ കോമ്പൗണ്ട്സ്, അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഫുൾ നോൺ പെർമിയബിൾ ആയിരിക്കും. ഈ നോൺ പെർമിയബിൾ ആയുള്ള കോമ്പൗണ്ട്സ് നമ്മുടെ മെംബ്രെയിനിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ട്രാൻസ്പോർട്ടർ പ്രോട്ടീനുകൾ ആവശ്യമുണ്ട്. അതായത് ചാനൽസ് അല്ലെങ്കിൽ പമ്പുകൾ നമുക്ക് ആവശ്യമുണ്ട്. പമ്പുകളാണെങ്കിൽ അത് എനർജി യൂസേജ് ആയിരിക്കും. പക്ഷേ ചാനലുകൾ എനർജി യൂസ് ചെയ്യാറില്ല. പക്ഷേ അവിടെ ചാനലുകൾക്ക് ഒരു കൺഫർമേഷണൽ ചേഞ്ച് വന്നിട്ടായിരിക്കും അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യാറുള്ളത്. അതൊരു ബേസിക് ഐഡിയ ആണ്. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത് ന്യൂക്ലിയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ്. നമുക്കിപ്പോൾ ഒരു CSIR പാർട്ടിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലായിരിക്കും. എപ്പോഴും അത് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കണം. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് കറക്റ്റാണ്. അവരെപ്പോഴും ഒന്നെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏറ്റവും ആദ്യം അത് നോട്ടീസ് ചെയ്തിരിക്കുക. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിരിക്കുന്നത് നോട്ടീസ് ചെയ്യുക. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. നമ്മൾ ന്യൂക്ലിയർ മെംബ്രെയിൻ നമ്മൾ ഒരെണ്ണം നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഡബിൾ മെംബ്രെയിനേഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ വേറൊരു മെംബ്രെയിൻ ഉണ്ട്. അങ്ങനത്തെ മെംബ്രെയിനുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. ആ മെംബ്രെയിനുകൾക്കിടയിൽ നമുക്ക് ന്യൂക്ലിയർ പോർ കോംപ്ലക്സുകൾ എന്ന് പറയുന്ന ചാനലുകൾ ഉണ്ടാവും. ബേസിക്കലി ഇതൊരു ചാനലാണ്. ആ ചാനലിൽ കൂടാണ് നമുക്ക് കോമ്പൗണ്ട്സ് ഒക്കെ മൂവ് അകത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഒക്കെ മൂവ് ചെയ്യാറുള്ളത്. ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ആണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ബട്ട് നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡബിൾ മെംബ്രെയിനേഴ്സ് ആയ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഔട്ടർ ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും ER-ൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ER ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവുന്നതായിരിക്കും. ഈ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും ആ മെംബ്രെയിനും ER-ൻ്റെ മെംബ്രെയിനും തമ്മിൽ സിമിലർ ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ ന്യൂക്ലിയർ ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ ന്യൂക്ലിയർ പോറുകളുടെ കേസിൽ എപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ന്യൂക്ലിയോ പോറിൻസും കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 30 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് കൊണ്ടാണ് ഈ ന്യൂക്ലിയോ പോറിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 30 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്. അതായത് നമുക്ക് ന്യൂക്ലിയോ പോറിൻസ് തന്നെ FG ന്യൂക്ലിയോ പോറിൻസും ഉണ്ട്, സ്ട്രക്ചറൽ ന്യൂക്ലിയോ പോറിൻസും ഉണ്ട്, മെംബ്രെയിൻ ന്യൂക്ലിയോ പോറിൻസും ഉണ്ട്. ഈ FG ന്യൂക്ലിയോ പോറിൻസ് ആണെങ്കിൽ ആ പ്രോട്ടീൻസിനുള്ളിൽ കൂടുതലും കാണുന്നത് ഫിനൈലലനിൻ ഗ്ലൈസിൻ റിപ്പീറ്റുകളായിരിക്കും. പിന്നെ ഈ സ്ട്രക്ചറൽ ന്യൂക്ലിയോ പോറിൻസ് സ്ട്രക്ചറൽ ഇൻറ്റിഗ്രിറ്റി കൊടുക്കും. മെംബ്രെയിൻ ന്യൂക്ലിയോ പോറിൻസ് മെംബ്രെയിൻ ബൗണ്ടായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഈ ഒരു 3 കോൺസ്റ്റിറ്റ്യൂൻസ് വെച്ചിട്ടാണ് NPCs അതായത് ന്യൂക്ലിയർ പവർ കോംപ്ലക്സുകൾ ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ന്യൂക്ലിയർ പവർ കോംപ്ലക്സിൽ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ട്, അതായത് സൈറ്റോപ്ലാസ്മിക് ഫിലമെൻറ്റ്സ്. അത് പിന്നെ ന്യൂക്ലിയോപ്ലാസ്റ്റിലേക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ട്, അതായത് ന്യൂക്ലിയോപ്ലാസ്റ്റിക്
പ്ലാസ്മിക് ഫിലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോ പ്ലാസ്മിക് ഫിലമെന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഡിസ്റ്റൽ എൻഡിൽ ഒരു റിങ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ടെർമിനൽ റിങ് ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അതിനെ നമ്മൾ ന്യൂക്ലിയർ ബാസ്ക്കറ്റ് എന്നാണ് പറയാറുള്ളത്, ന്യൂക്ലിയർ ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ന്യൂക്ലിയസിന് അകത്തോട്ടോ പുറത്തോട്ടോ ഉള്ള മൂവ്മെൻറ്റ് ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സുകളിൽ കൂടെ ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മളതിൻ്റെ സ്ട്രക്ചേഴ്സ് എല്ലാം പറഞ്ഞു. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അത് ഇമ്പോർട്ട് ആവാം, അതായത് അകത്തോട്ട് കയറ്റുന്നതാവാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ആവാം, പുറത്തോട്ട് വിടുന്നതാവാം. അത് പലതരത്തിലുള്ള കോമ്പൗണ്ട്സിനും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ ആദ്യം ഇമ്പോർട്ടിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കാം. അതായത് നമുക്കിപ്പോൾ സൈറ്റോപ്ലാസ്റ്റിനകത്തുനിന്ന് ന്യൂക്ലിയോപ്ലാസ്റ്റിലോട്ട് മൂവ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. സോ അപ്പോൾ നമ്മുടെ ഒരു പ്രോട്ടീൻ, അതായത് നമുക്കിപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഈ കാർഗോ പ്രോട്ടീനാണ്. ഈ കാർഗോ പ്രോട്ടീൻ നമുക്ക് സൈറ്റോപ്ലാസ്റ്റിന് ന്യൂക്ലിയോപ്ലാസ്റ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ആ കാർഗോ പ്രോട്ടീൻ ഒരു NLS സീക്വൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നൽ ഉണ്ടായിരിക്കണം. ആ സിഗ്നൽ ഇൻ ദ സെൻസ് ആ പ്രോട്ടീൻ്റെ ഒരു സ്പെസിഫിക് അമിനോ ആസിഡ് സീക്വൻസ് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോട്ടീൻസുകളെ മാത്രമേ നമുക്ക് ന്യൂക്ലിയസിനകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. NLS സീക്വൻസ് നിർബന്ധമാണ് ഒരു കാർഗോ പ്രോട്ടീൻ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാർഗോ പ്രോട്ടീന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ന്യൂക്ലിയർ ട്രാൻസ്പോർട്ടിന് വേണ്ടി എപ്പോഴും വേണ്ടത് റാൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും പിന്നെ ന്യൂക്ലിയർ ട്രാൻസ്പോർട്ട് റിസെപ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ആയിരിക്കും. റാൻ എന്ന് പറയുന്നത് ഒരു G പ്രോട്ടീനാണ്. G പ്രോട്ടീൻ ഇൻ ദ സെൻസ് എപ്പോഴും ഒരു ഒന്നെങ്കിൽ GDP ബൗണ്ട് അല്ലെങ്കിൽ GTP ബൗണ്ട് ആയിരിക്കും. ന്യൂക്ലിയർ ട്രാൻസ്പോർട്ട് റിസെപ്റ്റർ ഇൻ ദ കേസ് ഓഫ് ഇമ്പോർട്ടിംഗ് ഇറ്റ്സ് ദ ന്യൂക്ലിയർ ട്രാൻസ്പോർട്ട് റിസെപ്റ്റേഴ്സ് നെയിം ഈസ് ഇമ്പോർട്ടിൻ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇമ്പോർട്ടിൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അങ്ങനെ ഒരു കാർഗോയും ഇമ്പോർട്ടിൻ കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ആ കോംപ്ലക്സ് ആണ് നമ്മൾ ന്യൂക്ലിയർ പ്ലാസ്റ്റിനകത്തോട്ട് മൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ഇമ്പോർട്ടിൻ്റെ ഒരു എൻഡ് നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൻ്റെ FG ന്യൂക്ലിയർ പോറിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആയിരിക്കും അകത്തോട്ട് മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആ ഒരു കാർഗോ ഇമ്പോർട്ടൻ്റ് കോംപ്ലക്സ് ന്യൂക്ലിയോ പ്ലാസ്റ്റിനകത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് റാൻ GTP ബൗണ്ട് ആയിട്ടുള്ള പ്രോട്ടീനുമായിട്ടായിരിക്കും. എപ്പോഴും ന്യൂക്ലിയോ പ്ലാസ്റ്റിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് റാൻ GTPക്ക് ആയിരിക്കും ന്യൂക്ലിയോ പ്ലാസ്റ്റിൽ. ഓക്കെ, അങ്ങനെ റാൻ GTP ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇമ്പോർട്ടിന് കാർഗോയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അഫിനിറ്റി കുറയുകയും അത് ആ കാർഗോ പ്രോട്ടീനെ നമ്മൾ ന്യൂക്ലിയസിലോട്ട് അതായത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്രീ ആവുന്ന ഇമ്പോർട്ടൻ്റ് പ്രോട്ടീൻ റാൻ GTP ആയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് റാൻ GTP കോംപ്ലക്സ് ഈ NPC വഴി തിരിച്ച് പുറത്തോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈറ്റോപ്ലാസ്റ്റിൽ എത്തിക്കഴിഞ്ഞ ഈ റാൻ GTP ഇമ്പോർട്ടൻ്റ് കോംപ്ലക്സ് വന്ന് ഇൻട്രാക്ട് ചെയ്യുന്നത് റാൻ GDP ആയിട്ടായിരിക്കും. ഓക്കെ, റാൻ GDP. അപ്പോൾ നമ്മൾ ഓർക്കുക, എപ്പോഴും റാൻ GDP ആയിരിക്കും സൈറ്റോപ്ലാസ്റ്റിൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്. റാൻ GDP ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും റാൻ എന്ന് പറയുന്ന പ്രോട്ടീനുകളുടെ ഗ്യാപ്പ്, അതായത് ഗുവാനിൻ ന്യൂക്ലിയോടൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ എന്ന് പറയുന്ന ഗ്യാപ്പ് എപ്പോഴും സൈറ്റോപ്ലാസ്റ്റിലായിരിക്കും കൂടുതലുള്ളത്. ഈ റാനിൻ്റെ ഗ്യാപ്പ് GTPനെ GDP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഗ്യാപ്പുകൾ എപ്പോഴും GTP ബൗണ്ട് ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ GDP ബൗണ്ട് ആയിട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ റാൻ GDP ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ഇമ്പോർട്ടിനുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ലൂസ് ചെയ്യുകയും ആ ഇമ്പോർട്ടിൻ ഇവിടെ ഫ്രീ ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഈ റാൻ GDP തിരിച്ച് ന്യൂക്ലിയോ പ്ലാസ്റ്റിലായിട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഇമ്പോർട്ടിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അത് ഈ ഇമ്പോർട്ടൻ്റ് കാർഗോ കോംപ്ലക്സിൻ്റെ കോൺസെൻട്രേഷൻ സൈറ്റോപ്ലാസ്റ്റിൽ കൂടുതലായതുകൊണ്ട് അത് കുറവുള്ളിടത്തോട്ട് മൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഇമ്പോർട്ടിങ്ങിൻ്റെ ഒരു യൂണിഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് അവർ എൻഷുർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ എക്സ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. എക്സ്പോർട്ടിങ് ഇൻ ദ സെൻസ് നമ്മുടെ ന്യൂക്ലിയോ പ്ലാസ്റ്റിനകത്തുള്ള ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു tRNA അല്ലെങ്കിൽ ഒരു റൈബോസോമിൽ സബ് യൂണിറ്റ്സ് ഒക്കെ എങ്ങനെ സൈറ്റോപ്ലാസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു, ന്യൂക്ലിയോ പ്ലാസ്റ്റിൽ നിന്ന് എങ്ങനെ സൈറ്റോപ്ലാസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ബട്ട് നമുക്കിപ്പോൾ എക്സ്പോർട്ടിങ്ങിൻ്റെ കേസിൽ
ഒരു പ്രോട്ടീന് NLSന് പകരം NES ആയിരിക്കും. NES എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ എക്സ്പോർട്ട് സിഗ്നൽസ് ആയിരിക്കും. എക്സ്പോർട്ട് സിഗ്നൽസ് ആണ് NES എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ എപ്പോഴും, ആ ഒരു കാർഗോ പ്രോട്ടീനിന് എപ്പോഴും ഒരു NES സിഗ്നൽ ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ NES സിഗ്നലിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോട്ടീൻ കൈനേസ് A എന്ന് പറയുന്നത് PKA എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ ഇൻഹിബിറ്ററായ PKIക്ക് ഒരു ലൂസിൻ റിച്ച് സീക്വൻസ് ഉണ്ടാവാറുണ്ട്. ലൂസിൻ റിച്ച് അത് അതിൻ്റെ ഒരു NES സിഗ്നലാണ്. അതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനത്തെ NES സിഗ്നൽസ് വരുമ്പോഴാണ് ഇവിടെ നമ്മൾ അതിനൊരു എക്സ്പോർട്ട് പ്രോട്ടീൻ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുന്ന സിഗ്നൽസ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന NTR എന്ന് പറയുന്നത് എക്സ്പോർട്ടിൻസ് ആയിരിക്കും. ഓക്കെ, എക്സ്പോർട്ടിൻസ് ആണ് ഇവിടുത്തെ NTR എന്ന് പറയുന്നത്. അങ്ങനത്തെ NTR ആയിട്ട് ബൗണ്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിയോപ്ലാസ്റ്റിലുള്ള GTP റാൻ GTP ആയിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അത് പുറത്തേക്ക് പോവുകയും അവിടെ എത്തുമ്പോൾ നമ്മുടെ ഗ്യാപ്പ് വന്നിട്ട് GTP ബൗണ്ട് ഫോമിനെ GDP ബൗണ്ട് ഫോം ആക്കുകയും ആ ഇൻട്രാക്ഷൻസ് എല്ലാം ലൂസ് ചെയ്തിട്ട് നമ്മുടെ കാർഗോ പ്രോട്ടീൻ സൈറ്റോപ്ലാസ്റ്റിൽ എത്തുകയും നമ്മുടെ എക്സ്പോർട്ടിനും റാൻ GDPയും അവിടെ ഫ്രീ ആവുകയും അത് തിരിച്ച് നമ്മുടെ ന്യൂക്ലിയോപ്ലാസ്റ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്തിരിക്കും. അങ്ങനെയാണ് നമ്മുടെ എക്സ്പോർട്ടിങ് നടക്കുന്നത്. പിന്നെ മൂന്നാമത് നോക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും നോക്കുക TRNA ട്രാൻസ്പോർട്ടിന് വേണ്ടി എക്സ്പോർട്ടിങ് T ആയിരിക്കും വരുന്നത്. അതൊരു സ്പെസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നുള്ളത് mRNA ട്രാൻസ്പോർട്ടാണ്. അതായത് നമ്മുടെ ന്യൂക്ലിയോപ്ലാസ്റ്റിനകത്ത് റെപ്ലിക്കേഷനും കഴിഞ്ഞ് ട്രാൻസ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞ് ഉണ്ടായിരിക്കുന്ന mRNA, ഫുള്ളി പ്രോസസ്ഡ് ആയിട്ട് mRNA എങ്ങനെ സൈറ്റോപ്ലാസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത് നോക്കുന്നത് വെച്ചാൽ എപ്പോഴും ഒരു ഫുള്ളി പ്രോസസ്ഡ് ആയിട്ടുള്ള mRNA കുറേ പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് mRNP ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് മെസഞ്ചർ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ mRNPസിനെ നമുക്ക് പുറത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് നമുക്ക് mRNP എക്സ്പോർട്ടേഴ്സ് വേണം. ഓക്കെ, ആ mRNP എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹെട്രോഡൈമറിക് ആണ്. ഹെട്രോഡൈമറിക് ഇൻ ദ സെൻസ് ദേ ഹാവ് 2 സബ് യൂണിറ്റ്സ് ആണ്, 2 ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ് ആണ്. അതിനെ നമ്മൾ NXT1 അല്ലെങ്കിൽ NXF1 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഈ 2 പ്രോട്ടീൻസും mRNPസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അത് NPCs വഴി സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തുകയും അങ്ങനെ എത്തിക്കഴിഞ്ഞ mRNP എക്സ്പോർട്ട് കോംപ്ലക്സുകൾ DBP5 എന്ന് പറയുന്ന ഒരു RNA ഹെലിക്കേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ അതിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻസിനെ, അതായത് mRNP എക്സ്പോർട്ടർ mRNPസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെ ലൂസ് ചെയ്തിട്ട് നമ്മുടെ mRNP എക്സ്പോർട്ടേഴ്സ് ഇവിടെ ഫ്രീ ആയി അത് തിരിച്ച് ന്യൂക്ലിയോപ്ലാസ്റ്റിലേക്ക് കയറുകയായിരിക്കും. ഈ DBP5 എന്ന് പറയുന്നത് ഒരു RNA ഹെലിക്കേസ് എപ്പോഴും എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും ആ ഇൻട്രാക്ഷൻസ് ലൂസ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ ഇതൊന്ന് ഈ ഒരു സെഗ്മെന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കപ്പോൾ അത് തിരിച്ച് ക്വസ്റ്റ്യനിലോട്ട് വരാം. ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റാൻ GTP ലെവൽസ് ആർ ഹയർ ഇൻ ദ ന്യൂക്ലിയസ് ദാൻ ദ സൈറ്റോപ്ലാസം. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റാൻ GTP ആണ് അവിടെ കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഇമ്പോർട്ട് റിസപ്റ്റേഴ്സ് ക്യാൻ ഷട്ടിൽ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് ഒക്കെ ആദ്യം ന്യൂക്ലിയോപ്ലാസ്റ്റിലേക്ക് കയറി കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസ്റ്റിലേക്ക് തിരിച്ച് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതും ശരിയാണ്. പിന്നെ നമ്മൾ പറയുന്നത് NTF2 ട്രാൻസ്പോർട്ട് റാൻ GDP ഇൻ ടു ദ സൈറ്റോസോൾ. ശരിക്കും അവിടെ റാൻ GDPs മൂവ് ചെയ്യുന്നത് അവരുടെ ഒരു കോൺസെൻട്രേഷൻ്റെ ബേസിസിലാണ്. അത് NTF2ൻ്റെ ഒരു അസോസിയേഷനുമായിട്ടല്ല അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്പോർട്ട് ഓഫ് mRNA ഈസ് നോട്ട് ഡയറക്ട്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ റാൻ. നമ്മളവിടെ പറഞ്ഞിരുന്നത് എന്താണ്, അവിടെ mRNP എക്സ്പോർട്ടേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ റാൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് അവിടെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് TRNAയും അതുപോലെ തന്നെ MIRNA എക്സ്പോർട്ടും അവിടെ മീഡിയേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടിൻസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഈ എക്സ്പോർട്ടിൻസ് ആണ് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ABDE എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും ആൻസർ ചെയ്യേണ്ടത്.
അത് എപ്പോഴും നോക്കുക. അവിടെ ഏത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണോ ചോദിച്ചിരിക്കുന്നത് നോക്കുക. ഓരോ സ്റ്റേറ്റ്മെന്റ്സും നന്നായിട്ട് വായിച്ചു നോക്കുക. അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.